കെട്ടുകഥകളല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യേശു പ്രസംഗിച്ചത് കേട്ടതാരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മളാരും യേശു ജീവിച്ചപ്പോൾ ജീവിച്ചിരുന്നില്ല. യേശു 3-3.5 വർഷം മാത്രമാണ് പ്രസംഗിച്ചത്. യേശു പ്രസംഗിച്ചത് ഫലസ്തീനിലാണ്. നമ്മളത് നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ പറയാ, കേട്ടവർ ഉറപ്പിച്ച് തന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഐ വിറ്റ്നസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷികളുടെ വിവരണമാണ്. എൻ്റെ ഒരാളോട് ഈ സുവിശേഷം പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രസികനായ മനുഷ്യൻ പറഞ്ഞു, ജീവനോടിരിക്കുന്നതിൻ്റെ അപ്പൻ പറയുന്നത് പോലും ഞാൻ കേൾക്കാറില്ല. പിന്നാണോ പണ്ടാരാണ്ട് എഴുതിയ ഏതോ ഒരു മത്തായി എഴുതിയ ഏതോ കുറേ കഥ കേട്ട് ഞാനിത് അനുസരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഇത് കൃത്യമായി കേട്ടോണം. ഏതോ മത്തായി എന്തോ കുറേ കാര്യം എഴുതിയതല്ല ഇവിടെ തൊണ്ട കീറി പ്രസംഗിക്കുന്നത്. ഇത് ദൃക്സാക്ഷികളുടെ വിവരണമാണ്. അർത്ഥം ഇത് നേരിട്ട് കണ്ടവർ എഴുതി തന്നാണ്. യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടത്, ഞങ്ങളോടൊപ്പം ഇരുന്നത്. പത്രോസ് പറഞ്ഞെന്താ? ഞങ്ങൾ പ്രസംഗിക്കുന്ന നിർമ്മിത കഥകളല്ല, കെട്ടുകഥകളല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ അവനോടൊപ്പം ആ പർവ്വതത്തിൽ ഉണ്ടായിരുന്നെന്ന്. ഇത് യേശുവിൻ്റെ വാക്കുകൾ നേരിട്ട് കേട്ടവർ എഴുതി തന്ന സന്ദേശമാണ്. ചിലർക്ക് സംശയം ഇതാണ്, അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി വല്ലോ ഇങ്ങനെ, അതാണല്ലോ ഇപ്പോൾ നമ്മളെ പറ്റിയും പറയുന്നത്. ഈ ഇതൊക്കെ മീഡിയ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ താഴെ വന്ന് ചിലർ വന്ന് കമൻ്റ് ഇടും, ഇവനൊന്നും വേറെ പണി ഇല്ല, അത് വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്ന് ഇങ്ങനെ വല്ല പണിയെടുത്ത് ജീവിക്കടാ, നിനക്ക് ഇതുകൊണ്ട് ഉപജീവനം, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം പത്രോസും യോഹന്നാനൊക്കെ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി എഴുതിയതാണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ കേൾക്കണേ, എല്ലാവരും കേൾക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും അവരെല്ലാം കൊല്ലപ്പെട്ടു, മാർട്ടിയർഡം, രക്തസാക്ഷികളായി. ഒരു കള്ളത്തരത്തിന് വേണ്ടി ആരെങ്കിലും ജീവൻ കളയുമോന്ന്? ഇല്ല. സത്യമാണെന്ന് അവർ കണ്ടതുകൊണ്ട് അവർ പ്രസംഗിച്ച സത്യത്തിന് വേണ്ടി അവർ ജീവിച്ചു. അവർ ഉറപ്പിച്ചു തന്ന, അവരുടെ ജീവന്റെ രക്തം കൊണ്ടുപോലും മുദ്ര ചെയ്ത് ഉറപ്പിച്ചു തന്ന സന്ദേശമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്.